ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുമുണ്ട്. എന്തായാലും അദ്ദേഹം റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. സർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കമ്മിറ്റിയുടെ പരിഗണനയിൽ വരിക? കമ്മിറ്റിയുടെ പരിഗണനാ വിഷയങ്ങൾ ഇതുവരെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കമ്മിറ്റി രൂപീകരിച്ച് അറിഞ്ഞു. ഞാൻ കമ്മിറ്റി മെമ്പർ ജേക്കബ് പുന്നൂസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ കഴിയുന്നതും വേഗം ഞങ്ങൾക്ക് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ പ്രവർത്തനം തുടങ്ങും. പിന്നെ ഇതൊക്കെ വളരെ വിരളമായിട്ട് അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും ഇങ്ങനൊരു കാര്യം ആവർത്തിക്കാതിരിക്കാനാണ് ഗവൺമെൻറ് പ്രധാനമായിട്ടും ഈ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളതും ശുപാർശ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതും. അതായത് എങ്ങനെ ജയിലിലെ സുരക്ഷ ഉറപ്പാക്കണം, ആരും ജയിൽ ഒരിക്കലും ചാടരുത്, അങ്ങനെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഏത് രീതിയിൽ നന്നാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജയിലുകൾ സന്ദർശിക്കും, പ്രധാനമായിട്ടും സെൻട്രൽ ജയിലുകളൊക്കെ, മെയിൻ ജയിലുകളൊക്കെ. പിന്നെ ഞാൻ ജയിൽ കമ്മീഷൻ്റെ ഒരു ചെയർമാനായിരുന്നു ഇതിനു മുമ്പ്. ജയിൽ DGP അന്ന് മെമ്പറായിരുന്നു കമ്മീഷനിൽ. അപ്പോൾ അന്നൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി കൂടുതലൊരു ഫോക്കസ് ഈ സേഫ്റ്റി, അതായത് പ്രിസണേഴ്സ് എസ്കേപ്പ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കരുത്, അതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഒരു കുറ്റവാളി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. സംസ്ഥാനത്തെ പോലീസും ജയിൽ സംവിധാനമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ്. എങ്കിൽ കൂടി ഇങ്ങനെയുള്ള അത്യപൂർവമായിട്ട് സംഭവങ്ങൾ സംഭവിക്കുന്നു. അതുപോലും ഉണ്ടാകാതിരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. സത്വരമായിട്ട് ഗവൺമെൻറ് നടപടിയെടുത്തു. തീർച്ചയായിട്ടും ഞങ്ങൾ സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഈ ജയിലുകളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അല്ല, ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നുള്ള ഒരു പരാതി കേരളത്തിൽ ജയിലിലുണ്ട്, പോലീസിലുണ്ട്. പക്ഷേ ജയിലിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജയിലിലെ അധികൃതരുടെ എണ്ണത്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗമാണ്. അതായത് നിരീക്ഷണ ക്യാമറകൾ, അതുപോലെ ഇലക്ട്രിക് ഫെൻസിങ്, അങ്ങനെയുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്. പിന്നെ കുറച്ചുകൂടെ ഒരു കെയർഫുള്ളായിരിക്കുക. പ്രിസണേഴ്സ് രാത്രിയിൽ ഒരു കാരണവശാലും പ്രിസൺ സെല്ലിൽ നിന്ന് പുറത്ത് പോകാതെ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഇതിപ്പം ജയിലിലെ കമ്പി അറുത്തു വെളിയിലിറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കമ്പി ഇറക്കാനുള്ള ഒരു ഉപകരണം അയാളുടെ കയ്യിൽ കിട്ടിയിട്ടാണ്. ഇപ്പോൾ ജയിലിലെ ജോലികളെല്ലാം ജയിൽ പുള്ളികളാണ് ചെയ്യുന്നത്. അപ്പം അടുക്കള ആവശ്യത്തിന് കൊടുക്കുന്ന ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ ആയുധങ്ങളാണ്. എന്തൊക്കെയാണ്? കത്തി, വാക്കത്തി, കോടാലി, ഇങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് മിസ്യൂസ് ചെയ്താൽ ജയിൽ പൊളിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിസ്യൂസ് ആണ് ഇത് നടന്നത്. ഇതൊന്നും ഉണ്ടാകാണ്ടിരിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ്. ഈ ജയിലുകളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രാവീണ്യക്കുറവുണ്ട്, പ്രത്യേകിച്ച് നിരീക്ഷണമൊക്കെ നടത്തുന്നതിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ല, ജയിലുദ്യോഗസ്ഥർ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഇതിൻ്റെ ഒരു പരിഗണനാ വിഷയത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പറയും. അങ്ങനെയുള്ള വീഴ്ച ഉണ്ടാകാണ്ടിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തെല്ലാം സർക്കാർ എടുക്കണം, ജയിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണോ, അതിനെക്കുറിച്ചെല്ലാം പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും. ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ ഒരിക്കലും അനാസ്ഥ ഉണ്ടാകരുത്, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും രാത്രി ജോലി ചെയ്യുന്നവർ, അതുപോലെ ഡ്യൂട്ടിയിലുള്ളവർ, നിരീക്ഷണ ക്യാമറകൾ വാച്ച് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നവരിൽ ഒരിക്കലും അവിടെയൊന്നും ഒരു ഗ്യാപ്പ് വരരുത്. അതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം പിന്നെ തൃശ്ശൂർ അതീവ സുരക്ഷാ ജയിൽ ഒരെണ്ണം പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട് വിയ്യൂർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റവാളികളെ അങ്ങനെയുള്ള ജയിലിൽ സ്ഥിരമായിട്ട് താമസിപ്പിക്കണം. അല്ലാണ്ട് എന്തെല്ലാം മുൻകരുതലുകൾ എടുത്താലും ഒരു പരിധി വരെ പരിധിയുണ്ട് അതിനെല്ലാം. ഏതായാലും കുറ്റമറ്റമായിട്ട് ജയിലിനെ എങ്ങനെ ജയിൽ പുള്ളികളെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കും. എത്ര കാലത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതും ഗവൺമെൻറ് എത്ര പറയുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് പറഞ്ഞ സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. സാധാരണ 3 മാസം അല്ലെ 6 മാസം, അതിൽ കൂടുതൽ വേണ്ടി വരില്ല ഞങ്ങൾക്ക്. 3 മാസത്തിന് കൊടുക്കാൻ നോക്കുവാണെങ്കിൽ കൊടുക്കും. എന്തിനാണ് വൈകിക്കണേ? ഞങ്ങളെന്തിനാണ് വൈകിക്കണേ? പിന്നെ എൻ്റെ കൂടെയുള്ള മെമ്പർ എന്ന് പറയുന്നത് DGP ആയിരുന്ന ആളാണ്. വളരെ പരിചയസമ്പന്നനാണ്. പോലീസും ജയിലുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. ആ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളാണ്. അതുകൊണ്ട്
കമ്മിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാനാണേലും ജയിലിനെ കുറിച്ചും പോലീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിനു മുമ്പ് 2 കമ്മീഷനിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാനില്ല. എന്തായാലും സമഗ്ര പഠനം നടത്തി സമയബന്ധിതമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പറയുന്നത്.